വിശ്വസിക്കണം? ഇതിന്റെ ഒരു പ്രശ്നം മൊത്തത്തിൽ ഈ വിഷയങ്ങളെ നോക്കിക്കാണുമ്പോൾ ഒരു ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് കൂട്ടുത്തരവാദിത്തത്തിന്റെ അടിസ്ഥാനത്തിലാണ്. യാതൊരു തരത്തിലുള്ള കൂട്ടുത്തരവാദിത്വവും ഈ ഗവൺമെന്റിനില്ല. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഇല്ലാതെയാണ് മന്ത്രിമാര് ക്യാബിനറ്റ് പ്രവർത്തിക്കുന്നത് എന്ന് അടിവരയിടുന്ന ഉദാഹരണങ്ങളാണ് മൂന്നാറിൽ നിന്ന് പ്രത്യേകിച്ച് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം മുഖ്യമന്ത്രി കൂടി അറിഞ്ഞ് 27-ാം തീയതിയുടെ ഒരു മീറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ഒരു പ്രവൃത്തിയാണെങ്കിൽ മുഖ്യമന്ത്രി പറയുകയാണ് ഇത് ആരോട് ചോദിച്ചിട്ടാണ്, ഗവൺമെന്റിനോട് ചോദിക്കേണ്ടിയിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ കൂട്ടുത്തരവാദിത്വം അവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, മുഖ്യമന്ത്രി ആരോ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് ശ്രീ പ്രകാശ് ബാബു പറയുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുള്ളതാണ് അവിടെ വ്യക്തമാകുന്ന ഒരു കാര്യം. ഈ രാജ്യത്തിന്റെ മുഴുവൻ ഇന്റലിജൻസ് സംവിധാനവും നടക്കുന്ന ഏത് വിവരവും ഒരു മിനിറ്റ് കൊണ്ട് കിട്ടാനുള്ള ഗവൺമെന്റ് സംവിധാനവുമുള്ള ഒരു മുഖ്യമന്ത്രി ഈ നടക്കുന്ന ഒരു പ്രവൃത്തിയെ സംബന്ധിച്ച് ശരിയായ വിവരം അദ്ദേഹത്തിന് കിട്ടുന്നില്ല എങ്കിൽ എന്ത് ഇന്റലിജൻസ് ആണ് കേരളത്തിലുള്ളത്? അത് ആഭ്യന്തര വകുപ്പിന്റെ കൂടി ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ മേലുള്ള മറ്റൊരു വലിയ ഒരു വലിയ ചാർജായിട്ട് വരികയാണ്. മൂന്നാമത്തെ കാര്യം, ഷാനി പറഞ്ഞതുപോലെ തന്നെ ഈ കാണിച്ച ഒരു വലിയ ആവേശം അവിടെ ചിന്നക്കനാലിൽ തന്നെ CPM-ന്റെ നേതാവായിട്ടുള്ള ശ്രീ ആൽവിൻ അടക്കമുള്ള ആളുകൾ ആരോപണ വിധേയരാണ് ഈ കയ്യേറ്റത്തിന്റെ കാര്യത്തിൽ. മറ്റു ചില പേരുകളുണ്ട്, ഞാനിനി ആ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, എനിക്ക് പേരൊക്കെ അറിയാം. അപ്പോ അതിലേക്ക് കൂടി പോകുമ്പോൾ മാത്രമേ ഇത് ആത്മാർത്ഥതയോടുകൂടിയിട്ടുള്ളതാണ് എന്ന ഒരു പ്രതീതി അല്ലെങ്കിൽ ഒരു ധാരണ ജനങ്ങൾക്ക് ഉണ്ടാകുള്ളൂ. ഇതിനെ പിന്തുണയ്ക്കാൻ ആളുകൾ കൂടുതൽ തയ്യാറാവുകയും ചെയ്യുകയുള്ളൂ. ശ്രീ രാകേഷ് സനൽ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഗവൺമെന്റിന് ഇത് അവസാനിപ്പിക്കാനുള്ള മാർഗം ഗവൺമെന്റ് തേടുകയാണ്. അതിന് ആദ്യം ഉപയോഗിച്ച മാർഗങ്ങൾ നടന്നില്ല. അതാണ് ഈ തോട്ടത്തൊഴിലാളികളെ മനുഷ്യമറയാക്കുന്നതായിരുന്നു ആദ്യത്തെ മാർഗം. അതിൽ നിന്നും മുന്നോട്ട് പോയി. അപ്പൊ ഗവൺമെന്റിന് ഇത് എവിടെയെങ്കിലും കൊണ്ട് നിർത്തിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പറഞ്ഞത്. അതാണ് ഇവിടെ അഭിനന്ദനായ പിതാവും തിരുമേനിയും ഞാൻ കരുതുന്നു ഭൂരിപക്ഷം ആളുകളും. കാരണം ലോകത്തെ ഏറ്റവും വലിയ ഈ ഭൂമിയിലെ മനുഷ്യന്റെ മുഴുവൻ പാപങ്ങളും ഏറ്റെടുത്ത കർത്താവ് പോയ കുരിശ് വലിയ ത്യാഗത്തിന്റെ പ്രതീകമാണ്. അത് കയ്യേറ്റക്കാരൻ അവന്റെ കയ്യേറ്റത്തിന് വേണ്ടിയിട്ട് ദുരുപയോഗം ചെയ്യുമ്പോൾ വിശ്വാസികൾക്ക് അതിൽ അമർഷമാണ് ഉണ്ടാകുന്നത്. ആ അമർഷമാണ് ഭൂരിപക്ഷം ആളുകളും പ്രകടിപ്പിക്കുന്നത്. അതിനെ പക്ഷെ സർക്കാർ വഴിതിരിച്ചു കൊണ്ടുവന്ന് ഈ നടപടികൾ അവസാനിപ്പിക്കാനുള്ള മാർഗമാക്കി കാണുകയാണ്. ഈ ഉദ്യോഗസ്ഥനെ അവിടുന്ന് വലിച്ചാൽ ഉണ്ടാകുന്ന ജനവികാരം എതിരാണ്. ശ്രീരാം വെങ്കിട്ടരാമനെ ഇപ്പൊ പിടിക്കാൻ പറ്റത്തില്ല, വലിക്കാൻ കഴിയില്ല. അപ്പം വേറൊരു മാർഗം ഉപയോഗിക്കുക. ഇത് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. ഇതിന് അരിയാഹാരം മാത്രം കഴിച്ചാൽ മതി, വേറൊന്നും ചെയ്യണ്ട. ശ്രീ പ്രകാശ് ബാബു, ഇപ്പോൾ അങ്ങനെ തന്നെയാണ് നിരീക്ഷണങ്ങളൊക്കെ എത്തുന്നത്. ശ്രീരാം വെങ്കിട്ടരാമനെതിരെ നടപടിയെടുക്കാൻ സർക്കാർ തീരുമാനിക്കാൻ പോകുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ എന്ന് ശ്രീരാം വെങ്കിട്ട അതിന്റെ പേരിൽ അങ്ങനെ ഭയപ്പെടേണ്ട ഒരാവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ വിഷയം ഇന്ന് രാവിലെ പുറത്തു വന്നതാണ്. വൈകുന്നേരം വരെ ആയിട്ടും ഷാനി ഈ ചർച്ചയുടെ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ഞങ്ങൾക്കിതിന്റെ തെരഞ്ഞെടുത്ത രീതിയും അത് ചെയ്യുന്ന ഈ പടത്തിൽ കാണുന്നത് പോലെയുള്ള ആ സംഭവമാണ് അതിനകത്തൊരു ഡെക്കോറം ഇല്ലാതെ പോയി എന്ന് നമ്മൾ പറയുന്നത് അതാണ്. അല്ലാതെ ഇപ്പൊ നമ്മൾ കേട്ടതനുസരിച്ച് ഇതൊരു വ്യക്തി ഒരുപക്ഷെ അയാളുടെ വീട്ടിൽ അടുത്തൊരു കുരിശ് സ്ഥാപിക്കുന്നു. ഇതൊക്കെ റവന്യൂ വകുപ്പ് നോക്കേണ്ടതാണ്. കാരണം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പൊ ഈ പുറംപോക്കുകളിൽ അല്ലെങ്കിൽ സർക്കാരിന്റെ സ്ഥലങ്ങളിൽ വരുന്ന ഏത് ആരാധനാലയമാണെങ്കിൽ പോലും അതെല്ലാം പൊളിച്ചു നീക്കണമെന്ന് സുപ്രീം കോടതിയുടെ വിധിയുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ നമ്മൾ അങ്ങനെ ഒരു മതവികാരത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു മൂല്യവത്തായ കാര്യങ്ങൾക്ക് തടസ്സമാകരുത് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ശ്രീ രാജേന്ദ്രൻ, അങ്ങനെ സഭയ്ക്ക് കൂടി ഈ സർക്കാരിന് ഉപദേശിക്കേണ്ടി വരികയാണ്. നിങ്ങൾ അങ്ങനെ പേടിക്കേണ്ടതില്ല എന്ന്. സാധ്യതയുള്ളവർ കേരള രാഷ്ട്രീയത്തിൽ തന്നെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ കടന്നുകൂടാം എന്ന് പ്രതിപക്ഷം ഈ നടപടിയുടെ പേരിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തുമോ? ഇവിടെ ഗവൺമെന്റിന്റെ ഇത്തരം നടപടികളും നിലപാടുകളും എത്ര അർത്ഥശൂന്യമാണെന്നും പരിഹാസ്യമാണെന്നും തോന്നുന്ന തരത്തിലാണ് ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്ന മുന്നണിക്ക് നേതൃത്വം നൽകുന്ന CPM-ന്റെ മൂന്നാറിലെ MLA ഒരു സെക്കൻഡ് മുമ്പ് പറഞ്ഞത്. അദ്ദേഹം ചോദിക്കുന്നത് ഇവിടെ എത്ര ഭൂമി ഏറ്റെടുത്തു, ഇത് നാടകമാണ് എന്ന് വെച്ചാൽ ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട തട്ടിപ്പാണ്, ഇവിടെ ഒരു ഭൂമിയും സർക്കാരിലേക്ക് എടുക്കുന്നില്ല. ഇത് ഗവൺമെന്റ് മറുപടി പറയേണ്ട ഒരു കാര്യമാണ്. അവിടുത്തെ CPM-ന്റെ MLA ആണ് പറഞ്ഞിരിക്കുന്നത്.
ഞങ്ങൾ ഇക്കാര്യത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് ഒരു നിലപാടുണ്ട്. ആ നിലപാട് ഞാൻ ഈ ചർച്ചയിൽ വീണ്ടും ആവർത്തിക്കുന്നു. മൂന്നാറിലുള്ള അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണം എന്നത് തന്നെയാണ് ആ സുവ്യക്തമായ നിലപാട്. ആ നിലപാടുമായി മുന്നോട്ടു പോകുന്ന ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരെ ഗവൺമെന്റിന്റെ ആളുകൾ പിന്തുണയ്ക്കുന്നില്ലെങ്കിലും അവരെ പിന്തുണയ്ക്കുന്നതിലും അശേഷം ഞങ്ങൾക്ക് മടിയില്ല. ഇവിടെ ഇപ്പോ നേരത്തെ ഞാൻ അച്ഛൻ എന്താണ് പറഞ്ഞതെന്ന് കേട്ടില്ല. പക്ഷെ ഞാൻ പ്രാഥമികമായി ഈ ചർച്ചയ്ക്ക് വരാൻ വേണ്ടി നടത്തിയ വിവര സമാഹരണത്തിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു വിവരം, കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട ആരും തന്നെ ഇത്തരത്തിൽ ഈ കുരിശ് സ്ഥാപിച്ച് അനധികൃതമായി കയ്യേറ്റം നടത്തിയ ഈ പ്രവൃത്തിയെ പിന്തുണയ്ക്കുന്നില്ല. സ്പിരിറ്റ് ഇൻ ജീസസ് എന്ന് പറഞ്ഞ് സഭ തന്നെ തള്ളിപ്പറഞ്ഞ ഒരു കൂട്ടം ആളുകളാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത്തരത്തിൽ കയ്യേറ്റത്തിന് വേണ്ടി ഒരു മറയാക്കി വിശ്വാസത്തിന്റെ വലിയ ഉദാത്തമായ ലോകത്തെ ഏറ്റവും മനോഹരമായ പ്രതീകത്തെ ഉപയോഗിക്കുന്നതിനെയാണ് അഭിമതനായ തിരുമേനി പോലും ഫേസ്ബുക്കിൽ കൂടി എതിർത്തത്. അത് വിശ്വാസികളും എതിർക്കുന്ന കാര്യമാണ്. വിശ്വാസത്തിന്റെ ദുരുപയോഗമാണ് അവിടെ നടക്കുന്നത്. ഇവിടെ തോട്ടം തൊഴിലാളികളെ മനുഷ്യമറയാക്കി വെച്ചുകൊണ്ട് മൂന്നാറിൽ കയ്യേറ്റം നടത്തുന്നത് പോലെ തന്നെയാണ് ചില ആളുകൾ വിശ്വാസവുമായി യാതൊരു ബന്ധവുമില്ലാതെ വിശ്വാസത്തിന്റെ പ്രതീകത്തെ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. അത്തരം നടപടികളെ ഉദ്യോഗസ്ഥന്മാർ എതിർക്കുകയാണെങ്കിൽ അതിനെ ഞങ്ങൾ പിന്തുണയ്ക്കും. പക്ഷേ അഡീഷണൽ ആയി പറയേണ്ട ഒരു കാര്യം, ഈ ചിന്നക്കനാൽ വില്ലേജിൽ തന്നെ നിരവധി കയ്യേറ്റങ്ങൾ വേറെയുണ്ട്. ആ താല്പര്യം എല്ലായിടത്തും കാണിക്കേണ്ട എന്നുള്ള താങ്കളുടെ ചോദ്യത്തിലേക്ക് തന്നെ നമുക്ക് ചർച്ചയിൽ തിരിച്ചു വരാം. ശ്രീ CR നീലകണ്ഠൻ, പക്ഷേ സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത് ഈ കുരിശിനെ സർക്കാരാണ് കൂടുതൽ പേടിക്കുന്നത് എന്നുള്ളതാണ് അവസ്ഥ. സഭ വേണ്ട എന്ന്